ഒരാളെങ്ങനെ പുകഴ്ത്തി പറഞ്ഞാൽ അതങ്ങനെ ഇരുന്ന് കേൾക്കലല്ല. അതിൽ നുണയാണെന്നും അതിൽ വിവരക്കാടാണെന്നും തിരുത്തി കൊടുക്കണം എന്നാണ്. മനുഷ്യന്മാരെ വെറുതെ ഉള്ളതിലും അപ്പുറത്തേക്ക് പൊക്കി വെക്കുകയും അങ്ങനെ കണ്ടു, ഈ സ്വപ്നം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടൊക്കെ പറയുമ്പോൾ ഒരു തിരുത്തെങ്കിലും കൊടുക്കാം. ഏത് അങ്ങനെയൊന്നും പറയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനത് പറയുന്നില്ല, എന്ത് ചെയ്യാ, വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ ദീനിന്റെ വിഷയം കയ്പാണെങ്കിലും ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അള്ളാനെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പറയണത്. ജനങ്ങൾക്ക് ചിലപ്പോൾ കയ്യടി, നമ്മളെ കുറ്റം പറഞ്ഞിട്ടില്ല, അതൊന്നുമല്ല വിഷയം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ്. അല്ലാഹു ജല്ല ജലാലു ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യനോട് ചോദിക്കാതെ ചെയ്യൂല എന്നൊക്കെ പരസ്യമായിട്ട് വേള പറയുമ്പോ ആ മനുഷ്യൻ പറയണം ആ പറഞ്ഞത് തെറ്റാണ്. എത്ര പത്രപ്രവർത്തകരെ വിളിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവര്? എത്ര ടി.വിക്കാരോട് വിളിച്ചു പറയുന്നുണ്ട് എന്തെല്ലാം എന്ന് പറഞ്ഞൂടെ? ഒരു പ്രസ്താവന, ഒരു ക്ഷമാപണം, ആ പറഞ്ഞ തെറ്റായിരുന്നു, അങ്ങ് പറയാൻ പാടില്ലായിരുന്നു, ഇത് പറയാം. ഇത് മിനിമം ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. വിഷമം കൊണ്ട് പറയാണ്. അല്ലാഹു തആല നല്ല സൽബുദ്ധി കൊടുക്കട്ടെ. എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് അല്ലാഹു അഅലം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉമറേ അലൈസ ഖദ് ദഅ ലക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലായിരുന്നോ? അയ്യുഇസ്സല്ലാഹു ബികദ്ദീന വൽ മുസ്ലിമീൻ, മക്കക്കാരായ ആളുകളെല്ലാം പേടിച്ചു നടക്കുമ്പോ ഉമറേ നിങ്ങളെ കൊണ്ട് ദീനിന് ഇസ്സത്ത് വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടില്ലേ? അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ, അംർ ഇബ്നുൽ ഹിശാമിനെ കൊണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടോ ഈ ദീനിന് അല്ലാഹുവേ നീ ഇസ്സത്ത് നൽകണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഉമറേ ആ പ്രാർത്ഥന നിങ്ങളെ പറ്റിയല്ലേ? നിങ്ങളുടെ ഇസ്ലാം വന്നപ്പോ ഫലമ്മ അസ്ലംത, നിങ്ങൾ മുസ്ലിമായപ്പോ കാന ഇസ്ലാമുക ഇസ്സ, നിങ്ങളുടെ ഇസ്ലാം അഭിമാനമായിരുന്നല്ലോ. വഹാജർത, നിങ്ങൾ ഹിജ്റ പോയ മഹാനല്ലേ. ഫകാനത് ഹിജ്റതുക ഫത്ഹ, നിങ്ങൾ പോയ ഹിജ്റ ഇസ്ലാമിനുണ്ടായ വിജയമല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ഏതെല്ലാം യുദ്ധങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ടോ ഹബീബിന്റെ കൂടെ ഉമറേ നിങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഉമറേ? ഉമറേ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ നിങ്ങളെപ്പറ്റി പൊരുത്തപ്പെട്ടിട്ടല്ലേ ഉമറേ വഫാത്താകുന്നത്? ഒരു ഷെയ്ഖിന്റെ പൊരുത്തമുണ്ടാകുന്നത്, ഒരു ഉസ്താദിന്റെ പൊരുത്തമുണ്ടാകുന്നത്, ഒരാളുടെ തൃപ്തി ഉണ്ടാകുന്നത് ദീനിൽ അസറുണ്ട് എന്ന് പഠിപ്പിക്കുകയാണത്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടില്ലേ? ഹബീബിന്റെ ശേഷം നബിയുടെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തു റസൂലില്ലാഹ്, അങ്ങനെ പറയാം, ഖലീഫത്തുള്ളയല്ല, ഖലീഫത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരായ നബിയുടെ പ്രതിനിധിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും സിദ്ദീഖ് എന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുകയും വഖുബില, സിദ്ദീഖ് എന്നവർ വഫാത്താകുമ്പോഴും ഉമറേ നിങ്ങളെ പറ്റി പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഉമറേ പിന്നെ നിങ്ങളാണ് അധികാരമേറ്റത്. നിങ്ങൾ അധികാരമേറ്റപ്പോൾ അല്ലാഹു തആല ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന് തന്നില്ലേ? നിങ്ങളെ കൊണ്ട് അല്ലാഹു ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയില്ലേ? ശത്രുക്കളെ പരാജയപ്പെടുത്തിയില്ലേ? എന്നിട്ട് അവസാനം സുമ്മ ഖുതിമ ലക ബിശ്ശഹാദ, നിങ്ങൾക്ക് അല്ലാഹു രക്തസാക്ഷിത്വം തന്നില്ലയോ ഉമറേ? ഉമർ തങ്ങളുടെ ഷഹാദത്താണെന്ന് പറയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദാണ്, തങ്ങളാണ് ഇബ്നു അബ്ബാസ് തങ്ങള്. അല്ലാഹു നിങ്ങൾക്ക് രക്തസാക്ഷിത്വം തന്നില്ലയോ? ഫഹനീഅൻ ലക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഹനീഅൻ ലക, ഇതൊക്കെ കിട്ടിയ ഒരാൾ സ്വർഗത്തിലേക്കല്ലാതെ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് ഉമറേ നിങ്ങൾ പേടിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കടന്നുകൊണ്ടിരിക്കുന്ന ഫാറൂഖ് എന്നവർ പറയുന്നു, അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തിത്തരൂ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉമർ എന്നവര് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, ആ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. നോക്കണം, മുഖം നോക്കി പുകഴ്ത്തുമ്പോൾ പുഞ്ചിരിച്ച് ആടി കുലുങ്ങി ചിരിക്കുകയല്ല, തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസെ ഒന്നുകൂടെ പറഞ്ഞാട്ടെ നിങ്ങളാ പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവര്
ഒന്നുകൂടെ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഫാറൂഖ് എന്ന് പറഞ്ഞ സത്യവും അസത്യവും വേർതിരിച്ച മഹാൻ എന്തു പറഞ്ഞു? മഹാനവരുടെ മറുപടി വരികയാണ്, ഇബ്നു അബ്ബാസേ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ വല്ലാഹി ഇന്നൽ മഗ്റൂറ മൻ തഗുറൂന, നിങ്ങളിങ്ങനെ മനുഷ്യന്മാരെ പുകഴ്ത്തി പറഞ്ഞ് ഇങ്ങനെ മനുഷ്യന്മാരെ വഞ്ചിക്കുന്നവര് ഇവരാൽ വഞ്ചിക്കപ്പെടുന്നവർ തന്നെയാണ് നഷ്ടപ്പെട്ടവര്. ജനങ്ങൾ പുകഴ്ത്തിയിട്ട് അതിലിങ്ങനെ മതിമറന്ന് സുഖോന്മത്തരായി ജീവിക്കുന്നവർ ഇവര് തന്നെയാണ് വഞ്ചിക്കപ്പെട്ടവർ. ഇബ്നു അബ്ബാസേ, എന്നെങ്ങനെ പുകഴ്ത്തി പറയണ്ട, ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കുകയല്ല. എന്റെ വിഷയത്തിൽ ഞാൻ ബേജാറിലാണ്, എന്റെ വിഷയത്തിൽ ഞാൻ പേടിയിലാണ്. എന്നെങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് വഞ്ചിക്കണ്ട ഇബ്നു അബ്ബാസേ. അതശ്ഹദു ലീ ബിദാലിക ഇൻദല്ലാഹ്, 2 തവണ എന്നെ പറ്റി നിങ്ങൾ ഈ പറഞ്ഞത് അള്ളാന്റെ മുമ്പിൽ പോയി സാക്ഷി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നോക്കണം ആ ചോദ്യത്തിന്റെ ഗൗരവം. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അള്ളാന്റെ മുമ്പിൽ പോയി സാക്ഷി പറയാൻ, അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ ധൈര്യം ഉണ്ടാകുമോ? ദുന്യാവിൽ ആർക്കും എന്തും വിളിച്ചു പറയാം. അള്ളാഹുവിനെ പറ്റി പേടിയില്ലാത്തവർക്ക് എന്തും വിളിച്ചു പറയാം. അള്ളാന്റെ മുമ്പിൽ ഇത് പറയാൻ ധൈര്യമുണ്ട് ഇബ്നു അബ്ബാസേ? ഈ പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞത് അള്ളാഹിനോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബിയായ ഹബീബിന്റെ കുടുംബക്കാരനായ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാനത് അള്ളാന്റെ മുമ്പിലും പറയും അമീറുൽ മുഅ്മിനീൻ. ആ പറഞ്ഞത് സത്യമായിരുന്നു, അള്ളാന്റെ മുമ്പിലും പറയുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ എന്നവർ ഫഫരിഹ ഉമർ എന്നവർക്ക് വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി. എന്തേ എന്നെ ഈ പറഞ്ഞത് ഇബ്നു അബ്ബാസ് എന്നവർ അല്ലാഹു നിന്റെ മുമ്പിൽ വന്ന് പറയാൻ റെഡിയാണ്, അതുകൊണ്ട് അത് സത്യമായിരിക്കണം. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഉണർന്നവരിൽ കിടക്കാൻ ഓരോരുത്തർ ഇങ്ങനെ വന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. സ്വഹിബ്തു റസൂലല്ലാഹ്, നിങ്ങൾ ഹബീബിന്റെ സ്വഹാബിയല്ലയോ? എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് അധികാരം നൽകിയപ്പോ നീതി നൽകിയ മഹാനല്ലേ? പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല രക്തസാക്ഷിത്വവും നൽകിയില്ലയോ? മരിക്കാൻ പോണ ആളെങ്ങനെ ആശ്വസിപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഉമർ അല്ലാഹുവിനോട് പറയുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ് സഹോദര, എനിക്ക് പുകഴ്ത്തലൊന്നും കേൾക്കണ്ട, എന്നെ ഈ പൊക്കി പറയലൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ചെയ്ത നന്മകളൊന്നും അവിടെ വിളിച്ചു പറയല്ലേ. എനിക്കെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒന്നുമില്ലാതെ ന്യൂട്രലായി നിൽക്കാനാണ് ഞാനിപ്പോ കൊതിച്ചു പോകുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങളുടെ മറുപടി അതാണ്. ചെറുപ്പക്കാരെങ്ങനെ പോകുന്നു, ഉമർ തങ്ങൾ കിടക്കാണ്, ആശ്വസിപ്പിച്ചു പോവാൻ. റുദ്ദു അലയ്യൽ ഗുലാം, ആ യുവാവിനെ ഒന്ന് തിരിച്ചു വിളിക്കൂ, അവനോടൊന്ന് വരാൻ പറയൂ. വന്നു. നോക്കുമ്പോ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ്. മഹാനവറുകൾ പറഞ്ഞു, യബ്ന അഖി ഇർഫഅ സൗബക, വസ്ത്രം ഉയർത്തണം ചെറുപ്പക്കാരാ, ഫഇന്നഹു അൻഖാലി സൗബിക വഅത്ഖാലി റബ്ബിക, നിന്റെ വസ്ത്രം വൃത്തിയായി നിൽക്കാനും അല്ലാഹുവിന് പൊരുത്തമാവാനും ഞെരിയാണിക്കു താഴേക്ക് വസ്ത്രമിടല്ലേ എന്ന് സക്കറാത്തിന്റെ നേരത്തിന്റെ നസീഹത്ത് ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടെ പുകഴ്ത്തി ഇങ്ങനെ പോവാണ്. പിന്നെ പേന്റെ ബുക്ക്, നിന്റെ വസ്ത്രം ബുക്ക് എന്ന് പറയുന്ന പോലെ ഉമർ എന്നവര് നിര്യാണിക്ക് താഴെയാണ് വസ്ത്രം കേട്ടോ, പൊക്കി പിടിച്ചോ എന്ന് പറഞ്ഞു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബോധം കെടുകയാണ്, ബോധം നഷ്ടപ്പെടുന്നു, മരണം ആസന്നമാവുന്നു. മഹാനവറുകളുടെ പ്രിയപ്പെട്ട പുത്രനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സ്വഹാബിയാണ്, മുത്തബിഉസ് സുന്ന എന്നാ പറയാ. ഉമർ എന്നവർ പറയും, എന്റെ എല്ലാ മക്കളും മരിച്ചിട്ടും അവർക്കൊക്കെ പകരം അല്ലാഹ് എനിക്ക് സ്വർഗം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മക്കളൊക്കെ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ അബ്ദുള്ള എന്നുള്ള മോ മരിക്കരുത് എന്ന് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞു, എന്റെ അബ്ദുള്ള
വലിയ ആലിമാണ്. അബ്ദുള്ളയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അബ്ദുള്ള എപ്പോഴൊന്നും മരിക്കണ്ട, ബാക്കി എല്ലാ മക്കളും മരിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനത്തെ മഹാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ. ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവർ പറയുന്നു, എന്റെ വാപ്പയുടെ തല ഞാൻ എന്റെ മടിയിലേക്ക് വെച്ചു. മരിക്കാൻ പോകുന്ന വാപ്പയെ ആശ്വസിപ്പിക്കുന്ന മക്കള്. നമ്മുടെ വാപ്പമാരൊക്കെ രോഗികളായി കിടക്കുന്നവരുണ്ടാവും. അല്ലാഹു ശിഫ കൊടുക്കട്ടെ. മരിച്ചുപോയി ഖബറിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുയുടെ ഖബറൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഉപ്പമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഭാര്യ, സന്തതികൾ, സഹോദര ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളോട് സ്നേഹമുണ്ടായിരുന്നവര്, ദീനിന്റെ പേരിൽ നമ്മളെ സഹായിച്ചവര്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതൊക്കെ പോയില്ലേ, നമ്മളും പോകും. നാളെ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കണം. അല്ലാഹു നല്ല മുത്തഖീങ്ങളായ ആളുകളെ നമുക്ക് ദുആരക്കാൻ അല്ലാഹു ഏർപ്പാട് ചെയ്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല നിലയ്ക്ക് യാത്ര പറയാം. ഉമർ റളിയല്ലാഹുവിന്റെ തല മടിയിലേക്ക് എടുത്തു വെച്ചു മോൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഞാൻ ആ തല ഉമർ തന്നവരുടെ ശിരസ് എന്റെ മടിയിലേക്ക് വെച്ചപ്പോൾ ഉമർ എന്നവർക്ക് ബോധമില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മോനെ, വാപ്പയുടെ തല മണ്ണിലേക്ക് വെക്ക് മോനെ, മണ്ണിലേക്ക് വെക്ക്, മടിയിൽ വെക്കണ്ട. പിന്നെയും ബോധം പോയി. അപ്പൊ ഞാൻ താഴെ വെച്ചു. ബോധം പോയപ്പോ ഞാൻ മടിയിലേക്ക് എടുത്തു വെച്ചു, എന്റെ മടിയിൽ തല വെച്ചു. ഉമർ എന്നവർക്ക് ബോധം തെളിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, വാപ്പയുടെ തല മണ്ണിലേക്ക് വെക്ക് മോനെ, മടിയിൽ വെക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, യാ ബച്ചാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ മടിയും ഭൂമിയും ഒരുപോലെ തന്നെയല്ലേ? ഇവിടെ കടന്നാൽ എന്താ, നിലത്ത് തലവെച്ചാൽ എന്താണ്, വല്ല പ്രയാസമുണ്ടോ? മോനെ, ഉമർ എന്നവരുടെ മറുപടി വരുന്നു, മോനെ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, ഇത്റഹ് വജ്ഹി അല തുറാബ് ലഅല്ല അല്ലാഹ യർഹമനി, എന്റെ മുഖം മണ്ണിലേക്ക് വെക്ക് മോനെ. മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കാണുമ്പോൾ അല്ലാഹുവിന് എന്തെങ്കിലും ഒരു കരുണ തോന്നിയേക്കും എന്നോട്. മണ്ണിൽ കിടക്കുന്ന എന്നെ കാണുമ്പോ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കരുണ തോന്നിയേക്കും. അങ്ങനത്തെ ലക്ഷ്യമൊന്നും വേണ്ട മോനെ, എന്നെ താഴെവെക്ക്. മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കാണുമ്പോൾ അള്ളാഹുവിന് റഹ്മത്ത് ചെയ്യാൻ തോന്നിയേക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫഅസ്രിഉ ബി ഇലാ ഹുഫറതി, എന്റെ കുഴിയിലേക്ക് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം ഞാൻ മരിച്ചാൽ. ഉമർ എന്നവരുടെ വസിയത്താണ്. മരിച്ചാൽ എന്ത് ചെയ്യണം? വേഗം മറവ് ചെയ്യണം. ഒരുപക്ഷേ നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും നല്ല ഖൈറാണത്. ഞാൻ ചെന്ന് കിടക്കാൻ പോകുന്ന സ്ഥലം എനിക്ക് ഈ ഭൂമിയെക്കാളും നല്ല സ്ഥലമായിരിക്കും എന്റെ ഖബർ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്നെ നിങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്യണം. ഞാൻ പോയി കിടക്കുന്ന ഖബർ ദുന്യാവിനെക്കാളും ഒരുപക്ഷെ എനിക്ക് ഖൈറായിരിക്കും. അതല്ലെങ്കിലും എന്നെ മറവ് ചെയ്തോളൂ. നിങ്ങളുടെ തോളിൽ എന്നെങ്ങനെ ഷർറായ ഞാനാണെങ്കിൽ, എന്നെ അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ എന്നെയും വെച്ച് ഇങ്ങനെ കിടത്തുന്നത്? എന്നെ കൊണ്ടുപോയി നിങ്ങൾ കുഴിച്ചിട്ടോളൂ. എന്തായാലും എന്നെ വേഗം മറവ് ചെയ്തോളൂ. ഞാൻ നല്ലവനാണെങ്കിൽ ആ ഖബർ എനിക്ക് നല്ല സ്ഥലമാണ്. ഞാൻ മോശക്കാരനാണെങ്കിൽ എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ വെച്ചേക്കുന്നത്? ഏതായാലും മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് മറവ് ചെയ്യണേ എന്ന് പറഞ്ഞ് ഉമർ എന്നവർ പറയുന്ന വാക്ക്, വൈലുൽ ഉമർ, ഉമറിന്റെ നാശമേ, വവൈലുൽ ഉമ്മി ഉമർ, ഉമറിന്റെ ഉമ്മാന്റെ നാശമേ, ഇല്ലം യഗ്ഫിറുല്ലാഹു ലഹു, അല്ലാഹു ഉമറിന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഉമറിന്റെ നാശമേ. റബ്ബേ, നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ എന്റെ ഉമ്മയുടെ നാശമേ. എന്തിന് ഞാൻ ജനിച്ചു? എന്റെ ഉമ്മ എന്തിനെ പ്രസവിച്ചു? എനിക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ അല്ലാഹുവേ, ഞാൻ കഷ്ടപ്പെട്ടു പോകും. റബ്ബേ, എനിക്ക് പുറത്തുതാ എന്ന് അവസാനം ചോദിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ പോകുന്ന രംഗം നോക്കണം. ഹസൻ ബസ്രി തങ്ങളോടൊക്കെ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ചില സ്വഹാബ പറഞ്ഞ ചരിത്രമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹസൻ ബസ്രി ചെയ്ത തെറ്റോർത്തിട്ടാണോ? എന്റെ തെറ്റുകളെ ഓർത്തല്ല ഞാൻ കരയുന്നത്. ഈ മരിക്കുന്ന നേരത്ത് എന്റെ ഈമാൻ അല്ലാഹു ഉയർത്തിക്കളയുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. തെറ്റിനെ കുറിച്ചല്ല, ഈമാൻ പോലും എനിക്ക് അല്ലാഹു നഷ്ടപ്പെടുത്തുമോ, ഞാൻ അത്രക്ക് പാപിയാണോ എന്ന് പേടിക്കുന്നു. എന്റെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ കരയുന്നത് എന്ന് മരണനേരത്ത് പറഞ്ഞ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു.
മയ്യത്തിന്റെ മരണമാസന്നമാകുമ്പോൾ വീട്ടുകാർ സൂറത്തു യാസീൻ ഓതണം. മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതണം. മരണപ്പെട്ടു പോയ മയ്യത്തുകൾക്ക് വേണ്ടി ശുദ്ധമായ ദീനിൽ അല്ലാഹു ചാല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഖുർബാത്തുകൾ, നന്മകൾ, സ്വതക്ക, ശുദ്ധ ഖുർആനിന്റെ പാരായണം, മാതാപിതാക്കളുടെ പേരിൽ കിണർ കുഴിച്ചു കൊടുക്കുന്നത്, മാതാപിതാക്കളുടെ പേരിൽ ഒരു ദീനി സ്ഥാപനത്തെ സഹായിക്കുന്നത്, മാതാപിതാക്കളുടെ പേരിൽ അവർക്ക് പള്ളി ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഖുർബാത്തുകൾ, നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു വെക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യണം. മക്കൾ പറയണം അതൊക്കെ ശിർക്കാണ്, ബിദ്അത്താന്നൊക്കെ പറഞ്ഞാൽ എന്തിനിപ്പം നമ്മുടെ മക്കൾ എന്തുണ്ടായി, പിന്നെ എന്ത് കിട്ടി അവരെ കൊണ്ട്? വാപ്പയെ ഓർക്കാത്ത, വാപ്പാക്ക് വേണ്ടി ഒന്ന് സിയാറത്ത് ചെയ്യാത്ത, വാപ്പാക്ക് വേണ്ടി ഒരു നന്മ ചെയ്തു കൊടുക്കാത്ത മക്കളാണെങ്കിൽ എന്തിന് നമുക്ക് ഈ മക്കൾ വേണം? അല്ലാഹു നല്ല മക്കളെ തരട്ടെ. അല്ലാഹു നല്ല മക്കളെ തരട്ടെ. വൈലുല്ലി ഉമർ, ഉമറിന്റെ നാശമേ. വവൈലുല്ലി ഉമ്മി ഉമർ, ഉമറിന്റെ ഉമ്മാന്റെ നാശമേ. ഇൻ യഗ്ഫിരില്ലാഹു ല, അല്ലാഹുവേ ഉമറിന് നീ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഉമറിന്റെ നാശമാണത്. ഉമറിന് പുറത്തു കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവേ ഉമറിന്റെ ഉമ്മയുടെ നാശമാണത്. റബ്ബേ ഉമറിന് നീ പുറത്തു തരയണമേ. മഹാനായ ഫാറൂഖ് എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. അവസാന രംഗത്ത് പോലും ഒരു നന്മ ഉപദേശിക്കുകയും ഒരു തിന്മ വിരോധിക്കുകയും ചെയ്ത മഹാൻ, പ്രശംസ ഇഷ്ടപ്പെടാത്ത മഹാൻ, വാനോളം പുകഴ്ത്തിയപ്പോൾ അതിലൊന്നും പൊങ്ങാൻ നിന്നു കൊടുക്കാത്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിൽ കടന്ന ഷഹീദാണ്. ഇമാം ബുഖാരി തങ്ങൾ മിഅ്റാജിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ബൈനമാ അന നായിമുൻ റഅയ്തുനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോയത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് സ്വപ്ന ദർശനമുണ്ടായ മിഅ്റാജുകളുണ്ട്. ശരീരത്തോടുകൂടെ നബി തങ്ങൾ പോയ റജബ് 27 മിഅ്റാജ്, ശരീരത്തോടുകൂടെ, റൂഹോടുകൂടെ, ജസദോടുകൂടെ. അതല്ലാത്ത സമയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന് റൂഹിയായ മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടു, സ്വർഗം ഞാൻ കണ്ടു. അപ്പോഴാണ് അവിടെ ഒരു കൊട്ടാരത്തിന്റെ അരികത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒതു കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ ഒരു കൊട്ടാരത്തിന്റെ അരികത്ത് ഒരു പെൺകുട്ടി ഒതു കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ആരുടെ കൊട്ടാരമാണിത്? ഖാലൂ ലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടേതാണ്. ഞാൻ അതിൽ നിന്ന് പോയി നോക്കിയാലോ എന്നങ്ങ് ആലോചിച്ചു. പിന്നെ ഉമർ എന്നവർ വല്ലാത്ത ദേഷ്യമുള്ള ആളല്ലേ, അതൊക്കെ പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലൈക അഗാറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ നബിയെ? ഒന്ന് പോയിക്കൂടായിരുന്നു നബിയെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. സ്വർഗത്തിലാണ് ഉമർ എന്നവരെന്ന് എത്ര തവണയാണ് നബി തങ്ങൾ പറഞ്ഞത്? എത്ര തവണയാണ് പറഞ്ഞത്? എന്നിട്ട് പോലും മഹാനവറുകൾ പേടിയിലായിരുന്നു. മുഅ്മിനെ, ഒരു ഹജ്ജ് ചെയ്ത് ഒരു ഉംറ ചെയ്തു, നിന്റെ കാര്യം ഓക്കെ എന്ന് വിചാരിച്ചിരിക്കണ്ട. എന്ത് ചെയ്യാ? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഹുസ്നുൽ ഖാത്തിമത്തിനെ ചോദിക്കുക, പടച്ചവനോട് ചോദിക്കുക, മുഅ്മിനീങ്ങളൊക്കെ ദുആ ഇറക്കാൻ വേണ്ടി പറയാ. ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. വളരെ ചെയ്തു പോയ അമലുകളിൽ ആശ്രയിച്ച് മരിച്ചവരുണ്ട് കേട്ടോ, വളരെ ധൈര്യത്തോടുകൂടെ മരണപ്പെട്ടവരുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ പ്രിയപ്പെട്ട മോള് പൊട്ടിക്കരഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് എന്നവർ പറഞ്ഞു, മോളെ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? വാപ്പാങ്ങൾ മരിക്കല്ലേ, അതോർത്തിട്ട്. മോളെ പേടിക്കണ്ട, ഫഖദ് ഖതംതുൽ ഖുർആന ഫീ ഹാദർ റുക്നി, ഈ വീടിന്റെ മൂലയിൽ മോളെ നീ കരയണ്ട. 4000 ഖത്മ, 4000 തവണ ഈ വീടിന്റെ മൂലയിൽ ഇരുന്ന് തന്നെ ഞാൻ വിശുദ്ധ ഖുർആൻ ഖതം തീർത്തിട്ടുണ്ട്. 4000 ഖത്മത്ത്. മോളെ പരലോകം കാണാൻ വാപ്പ ഒരുക്കി വെച്ച മുതലാണത്. 4000 ഖത്മ ഖുർആൻ. റമളാനിൽ ഒരു ഖത്തം തീർത്തു അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തന്നെ ഇല്ല. പിന്നെ അടുത്ത റമളാൻ വരണം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പസ്താമാരൊക്കെ വഅദ് പറയുമ്പോൾ എന്നാ പിന്നെ ഖുർആൻ എടുത്തിട്ട് നോക്കുക. അങ്ങനെ 4000. അപ്പോ എത്ര ഓതിയിട്ടുണ്ടാവും ഒരു കൊല്ലം, ഒരു മാസം?
4000 തവണ വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് മോളെ വാപ്പ ഈ റൂമിൽ ഇരുന്നിട്ട്. അതുകൊണ്ട് മോളെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും ഈ നേരത്തെ മരണം റാഹത്താവാനും വേണ്ടി വാപ്പ ചെയ്ത അമലാണത്. മോള് വിഷമിക്കണ്ട എന്ന് സ്വന്തം മക്കളെ ആശ്വസിപ്പിച്ച അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു ഒരുക്കി വെക്കുക. ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ മഗ്രിബിന്റെ വാങ്ക് വിളിക്കുമ്പോഴാണ് സക്കറാത്തിൽ കിടക്കുമ്പോൾ എഴുന്നേൽക്കാൻ നിൽക്കുന്നത്. എങ്ങോട്ടാ? ദാ പള്ളിയിലേക്ക്. അല്ലാഹു വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഉത്തരം കൊടുക്കാതിരിക്കുക? യഹ്മിലൂനി, എന്നെ കൊണ്ടുപോകൂ പള്ളിയിലേക്ക്. സക്കറാത്തിൽ കിടക്കുകയാണ്. ഈ നേരത്തിൽ നിസ്കരിക്കാൻ കഴിയില്ല, സക്കറാത്തിന്റെ നേരമാണ്. ഇല്ല, എന്നെ കൊണ്ടുപോയി ഇരുത്തി തരൂ, ഞാൻ നിസ്കരിക്കട്ടെ. വാങ്ക് വിളിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന് ഉത്തരം കൊടുക്കാതിരിക്കുന്നത്? ആ മഗ്രിബ് നിസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ ഇരുന്നു കൊണ്ട് ഇമാമോടുകൂടെ ചേർന്നു മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹും. വാപ്പയും വല്ലിപ്പയും സ്വഹാബിയാണ്. ആ മഹാനവറുകൾ കസേരയിൽ ഇരുന്ന് 1ാമത്തെ റക്അത്തിന്റെ സുജൂദിലേക്ക് പോയപ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ലോകത്തോട് വിട പറയാൻ. അല്ലാഹുവേ, അല്ലാഹു അങ്ങനത്തെ നല്ല മരണം സന്തോഷത്തോടെ യാത്ര പറയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ.